എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകളുടെ പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും. അതായത് ഏപ്രിൽ 3-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് +1 +2 പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൻ്റെ മൂല്യനിർണ്ണയമാണ്. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് പരിശോധിക്കുന്ന ക്യാമ്പാണ് ഈ ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേപ്പർ ടീച്ചേഴ്സ് പരിശോധിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആൻസർ കീ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കും. അപ്പോൾ ആൻസർ കീയിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൽ ഉണ്ട് എങ്കിൽ, അതായത് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു ആൻസർ കീ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിക്കുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആൻസർ കീ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ, അതായത് ഈ ഒരു കേരളത്തിലെ ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ID എന്ന് പറയുന്നത്, അതായത് URL എന്ന് പറയുന്നത് www.thsc.kerala.gov.in എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഫൈനലൈസ്ഡ് സ്കീം ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഫൈനലൈസ്ഡ് സ്കീം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു PDF ആണ് ഡൗൺലോഡ് ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റുക, അതായത് ഇതുപോലെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുക. ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഫസ്റ്റ് ഇയർ ഫൈനലൈസ്ഡ് സ്കീം ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ സെക്കൻഡ് ഇയർ ഫൈനലൈസ്ഡ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന് നേരെയൊക്കെ ആയിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇതൊരു PDF ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഈ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഇവിടെ ഫൈനലൈസ്ഡ് സ്കീംസ് എന്നുള്ളത് എടുത്താണ് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീ കിട്ടുക. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ്. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ ആ ഒരു ഡൗൺലോഡ് ബട്ടൺ, അതിന് നേരെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫൈനലൈസ്ഡ് സ്കീം, അതായത് ഈ ഒരു ആൻസർ കീ ആവശ്യമുള്ളവർ അതിൻ്റെ കറസ്പോണ്ടിങ് ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു ആൻസർ കീ ആണ് വേണ്ടത്, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ ഏതാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു PDF ഉള്ള ആ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓൾറെഡി ഏതെങ്കിലും ഒരു Gmail അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് ഒരു അക്കൗണ്ടേ ലോഗിൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡ്രൈവിലേക്ക് പോകുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഈ ഒരു Gmail അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നീട് ആ ഒരു Gmail അക്കൗണ്ടിൻ്റെ ഡ്രൈവിലേക്ക് പോകും. അപ്പോൾ ആ ഒരു Gmail അക്കൗണ്ട് ഡ്രൈവ് വെച്ചിട്ടാണ് ഈ ഒരു DHSCയുടെ, അതായത് ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഡ്രൈവിലുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ആൻസർ കീസ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ PDFs കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ PDF ആണ് വേണ്ടത്, ഏത് സബ്ജക്റ്റിൻ്റെ ആൻസർ കീയുടെ PDF ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു PDF നിങ്ങൾക്ക് ആ ജസ്റ്റ് PDFിൻ്റെ പേര് തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആ ഒരു ഡ്രൈവ് വഴി നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവ് വഴി ഓപ്പൺ ചെയ്ത ആ ഒരു ആൻസർ കീയുടെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഡോട്ട് കാണാൻ പറ്റും. അതായത് 3 ഡോട്ട്സ് ഇതുപോലെ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്കറിയാം ഇതുപോലെ ഒരു 3 ഡോട്ട്സ് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും അതിൽ നിന്നും ആൻസർ കീയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എഴുതിയ ആൻസറിൽ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു ആൻസർ കീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഒരു ആൻസർ കീ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് ആൻസർ കീ എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ആൻസർ കീ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഓരോ ക്വസ്റ്റ്യൻ്റെയും, അതായത് ഓരോ ക്വസ്റ്റ്യൻ നമ്പർ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു നമ്പേഴ്സ് കാണും. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, സബ് ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആൻസറിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം, ഒന്നാമത്തേത് ആൻഡ് ഗേറ്റ് എന്നാണ് എഴുതിയതെങ്കിൽ അത് 1 മാർക്കാണ്. അതുപോലെ സോഴ്സ് കോഡ് എന്നുള്ളതാണ് രണ്ടാമത്തേതിൻ്റെ ആൻസർ, അതിന് 1 മാർക്കാണ്. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തേത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതിന് 1 മാർക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കാര്യത്തിനും കൃത്യമായിട്ട് എത്ര മാർക്ക് വീതം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചിത്രം വരക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് അതുപോലെയുള്ള അതിൻ്റെ ആ ഒരു CPU ആ ഒരു ചിത്രം വരക്കാനുണ്ട്. അതിന് 2 മാർക്കാണ് ആ ഒരു ചിത്രം വരച്ചാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അതിൻ്റെ ആ ഒരു ബൈനറി ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്
അതിന് ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഓരോ മാർക്കാണുള്ളത്. ഈ ഒരു രീതിയിൽ എത്ര മാർക്ക് ഓരോന്നിനും നൽകണം, അതുപോലെ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ആൻസേഴ്സും അതുപോലെ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ്, അതായത് അതുപോലെ തന്നെ എത്ര മാർക്ക് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കീ വഴി, അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ, അതായത് ഇതൊരു ഡയഗ്രാം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 മാർക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്, അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ, ആ സബ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് അതായത് അതിനനുസരിച്ച് ആൻസർ എഴുതി കഴിഞ്ഞാൽ അതിന് ഏകദേശം ടോട്ടലായിട്ട് 1 മാർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ രീതിയിൽ ഓരോ കാര്യത്തിനും ഇത്ര മാർക്ക് വെച്ച് കൊടുക്കണമെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കീ പരിശോധിച്ച് നിങ്ങൾ എഴുതിയ ഒരു ആൻസറിൽ ഈ ഒരു ആൻസർ കീയിലുള്ള ഇതിൽ ഉൾപ്പെട്ട എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ച് ഈ ഒരു എത്ര മാർക്ക് കിട്ടുമെന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഡബിൾ വാല്യുവേഷൻ. ഡബിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പേപ്പർ, അതായത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെയുള്ള പേപ്പറുകൾ 2 ടീച്ചേഴ്സ് പരിശോധിക്കും. അതിനെയാണ് ഡബിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത്. കാരണം കീം അതുപോലുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ ഇതിൻ്റെ മാർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. +2 മാത്രമാണ് ഈ ഒരു ഡബിൾ വാല്യുവേഷൻ ഉള്ളത്. +1 സാധാരണ വാല്യുവേഷനാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കാണ്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെ അതത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്, അതായത് NSS ആണെങ്കിൽ ആ ഒരു NSSൻ്റെ നിങ്ങളുടെ സ്കൂളിലെ അതിൻ്റെ ചുമതലയുള്ള അധ്യാപകരുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഗ്രേസ് മാർക്കിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് 90% മാർക്ക് ആവുന്നത് വരെയാണ് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഗ്രേസ് മാർക്ക് സാധാരണ NSSന് ഈ ഒരു +2 ആഡ് ചെയ്യുക. എന്നാൽ ചില പ്രോഗ്രാമുകളുടെ അതിന് +1 ആഡ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ, അതായത് സാധാരണ NSSന് +2 ഗ്രേസ് മാർക്ക് വരിക. അതായത് കലോത്സവം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ +1 ഗ്രേസ് മാർക്ക് വരാറുണ്ട്. അതത് വർഷങ്ങളിൽ പങ്കെടുത്തതിന് അതത് വർഷമാണ് ഗ്രേസ് മാർക്ക് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു +2 റിസൾട്ട് വരിക ഏകദേശം മെയ് 2ാം വീക്കാണ്. അതായത് മെയ് 2ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മെയ് 10ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും. +1 റിസൾട്ട് ഏകദേശം മെയ് 3rd വീക്കോടെ, അതായത് ഈ ഒരു മെയ് 15-നുള്ളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം +2 റിസൾട്ട് ഒന്ന് ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ +1 റിസൾട്ടും വരും. കാരണം ഇത്തവണ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് ഗ്രേസ് മാർക്ക് എപ്പോഴാണ് ആഡ് ചെയ്യുക എന്നുള്ളത്. വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് 90% മാർക്ക് ആകുന്നത് വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാർക്കിനോടൊപ്പം ഈ ഒരു ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തുന്നതല്ല. അതായത് കാരണം ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചില സമയത്ത് ചില വിദ്യാർത്ഥികളുടെ മാർക്ക് കൂടാനുള്ള 90%-ലധികമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാർക്ക് കൂടുന്ന സമയത്ത് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല. അതേസമയം നിങ്ങൾക്ക് 90%-ലധികം മാർക്കൊന്നും ഇല്ല എങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ തോൽക്കാൻ സാധ്യതയുള്ളത് അതിനനുസരിച്ചാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ തന്നെ കൃത്യമായിട്ട് എത്ര മാർക്കാണ് ഓരോ സബ്ജക്റ്റിനും ഡിവൈഡ് ചെയ്ത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.